സുപ്രഭാതം ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. സമയം 4:30. ഇന്ന് ഞാൻ 1 മണിക്കൂർ മുമ്പ് എന്ന് വെച്ചാൽ എൻ്റെ വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളുടെ ഇന്ന് ആക്ച്വലി പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ ഇന്നലെ ക്യാമറയുടെ സെറ്റിങ്സും പിന്നെ ഇതൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിലും കുറച്ച് ബാക്കിയുണ്ട് ക്യാമറയുടെ സെറ്റിങ്സ്. കാരണം ഇന്നലെ ഞാൻ ആ വ്ളോഗ് ഇട്ടപ്പോൾ ചിലവർ പറഞ്ഞു ഇത് പ്രോ ക്യാമറ ഉള്ളവർക്കേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നോർമൽ ക്യാമറയിലുള്ള എല്ലാ സെറ്റിങ്സും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ഞാൻ ഷൂട്ട് ചെയ്തത് ഈ പ്രോ മോഡിലാണ്. അപ്പോൾ ഞാൻ എവിടെ ടച്ച് ചെയ്യണം അവിടെ ഒരു വൈറ്റ് സ്പോട്ട് നിങ്ങൾക്ക് കാണാം. ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്തത് ഈ പ്രോ മോഡിലാണ്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ നോർമൽ വീഡിയോ മോഡ്. കാരണം ഇതിലാണ് ബേസിക്കലി എല്ലാവർക്കും ഈവൻ നോർമൽ ക്യാമറ ഉള്ളവർക്കും ഇത് കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കുക, ഈ വീഡിയോ മോഡിലായാലും ശരി, ഈ 1x കാണുന്ന ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെച്ചാൽ 3.25 എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ടെലിഫോട്ടോ ലെൻസിന് അത് 2 വേരിയബിളായിട്ട് അത് പോകാൻ പറ്റും. അപ്പോൾ ഇതിൽ 5 ലെൻസിൻ്റെ ഡിഫറൻസസ് കാണാം നമുക്ക്. പക്ഷേ ഞാൻ 1x എപ്പോഴും ഷൂട്ട് ചെയ്യാറുള്ളൂ. കാരണം എന്താ, ഇത് 1x എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൈം ലെൻസാണ്. കണ്ട 23mm ആണ് എൻ്റെ പ്രൈം ലെൻസ്. അത് ഞാനൊന്നും ചെയ്യാറില്ല, സൂമൊന്നും ഞാൻ അധികം ഉപയോഗിക്കാറില്ല. സൂം ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കൂടുതലും ഞാൻ എൻ്റെ ബോഡീനെ കൊണ്ടുപോയിട്ടാണ് മുമ്പിൽ പോയി അല്ലെങ്കിൽ പിന്നിൽ വന്നിട്ട് ഞാൻ സൂമും വൈഡും ചെയ്യാറ്. അപ്പോൾ ഈ 1x ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യാറ്. ഈ സെയിം 1x നമ്മൾ പ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വൈഡ് ആംഗിൾ ലെൻസാണ്, കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ പ്രോ ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് നോർമൽ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ 1x നമ്മൾ ഷൂട്ട് ചെയ്യണം. ഇതിൽ പിന്നെ വേറെ ഒന്ന് പറഞ്ഞാൽ ഞാൻ HDR മോഡിലാണ് ഞാൻ ഓൺ ചെയ്തിരിക്കുന്നത്. HDR മോഡിൽ മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് 4K 24. മാസ്റ്റർ സിനിമ ഓഫ് ആയിരുന്നു. ഇന്നലെ ഞാൻ കാണിച്ച എൻ്റെ വീഡിയോയിൽ മാസ്റ്റർ സിനിമ ഓൺ ആയിരുന്നു. ഞാൻ മാസ്റ്റർ സിനിമ ഓഫാക്കി. ഇപ്പം എൻ്റെ HDR ഓൺ ഇതിൽ. പിന്നെ ബാക്കി സെറ്റിങ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഗ്രിഡ് ലൈൻസ് ഓണാണ്. കാരണം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയണം എൻ്റെ റൂൾ ഓഫ് തേർഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രിഡ് ലൈൻസ് ഓൺ ചെയ്തിരിക്കുന്നത്. ബാക്കി 4K റെസൊല്യൂഷൻ ബാക്കി ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. നോർമൽ എൻ്റെ ഇതിൽ മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. മോഷൻ ട്രാക്ക് ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ HDR വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോഷൻ ട്രാക്ക് ഓഫ് ചെയ്തു. കാരണം എനിക്ക് HDR വേണം. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്നത് HDR ഞാൻ ഇപ്പോൾ കാപ്പി കുടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടെച്ചാൽ കാരണം എൻ്റെ ഫേസിന് മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിമ്മായി കൊണ്ടുകൊണ്ടിരിക്കുന്നു വീഡിയോസ് നിങ്ങൾ കണ്ടെങ്കിലും. ഈ വീഡിയോ മോഡിൽ ഇതാണ് ഒരു പ്രശ്നം. നമ്മൾ ഫേസിന് മുമ്പിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, കാരണം കൂടുതലും നമ്മളുടെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിനാണ്. അപ്പോൾ ഫേസിൻ്റെ മുമ്പിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അത് ഡിമ്മാവും. പിന്നെ ഫോക്കസ് വേറെ എവിടെയെങ്കിലും നോക്കാം. അപ്പോൾ അതിൻ്റെ AE എന്ന് പറഞ്ഞാൽ ഓട്ടോ എക്സ്പോഷറും പിന്നെ ഓട്ടോ ഫോക്കസും ലോക്ക് ആവണം. എന്നാലേ ഈ സാധനം ഡിമ്മ് മാറുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചാൽ ഇപ്പം ഈ പ്രശ്നം നമ്മളെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു പ്രൊഫഷണൽ നമ്മളുടെ വീഡിയോ വരണമെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ലൈറ്റ് ഡിം ആവാൻ പാടില്ല, അങ്ങനെ പലതും ഉണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഞാൻ എൻ്റെ കൈയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ കാണാൻ പറ്റില്ല. കൈയൊക്കെ എൻ്റെ മുഖത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഡിമ്മായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇഷ്യൂ, ഇപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ റിയർ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമുക്ക് റിയർ ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റില്ല. നമ്മളെവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അത് കാണാൻ പറ്റില്ല. ഓട്ടോ എക്സ്പ്രഷൻ ലോക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പലതും ഉണ്ട്. ഇപ്പം ഞാൻ റിയർ ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ഫേസിൻ്റെ മുമ്പിൽ എൻ്റെ കയ്യോ ഒന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ആരെങ്കിലും എന്ന് വെച്ചാൽ അവരോട് ഷൂട്ട് ചെയ്യാൻ പറയാം എന്നത്. അല്ലെങ്കിൽ നമ്മളെ കാണിക്കുമ്പോൾ സെൽഫി ക്യാമറ ഉപയോഗിക്കണതാണ് നല്ലത്. പിന്നെ അത് വെച്ചിട്ട് നമ്മൾക്ക് ഓട്ടോ എക്സ്പ്രഷൻ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറയിൽ 4K 30 frames/second ഉള്ളൂ. ഇതിൽ വേറൊരു ഓപ്ഷനില്ല. 4K 30, 4K 16, പിന്നെ HDRൻ്റെ ഓപ്ഷനും ഇല്ല. പക്ഷെ നമ്മൾക്ക് നോർമൽ HDR എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡൈനാമിക് റേഞ്ച് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾക്കത് HDR ആക്കാം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെ തന്നെ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഐ വുഡ് സജസ്റ്റ് സെൽഫി ക്യാമറ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഫേസ് കൂടുതലും നമ്മൾ കാണിക്കാൻ പാടില്ല. നമ്മൾക്ക് B-roll ഇഷ്ടം പോലെ വേണം. B-roll ഇല്ലെങ്കിൽ പിന്നെ ആൾക്കാർ നമ്മുടെ ഫേസ് കണ്ടത് ബോറാവും. പിഞ്ചു എൻ്റെ എക്സ്പോഷർ എനിക്ക് എങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും? അപ്പം ഞാനെന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസിനെ ബ്രൈറ്റ്നസ് അനുസരിച്ചിട്ട് ഞാനത് ലോങ് പ്രസ് ചെയ്ത് കണ്ട AF ലോക്ക്ഡ് വന്നു.
ഇനി എൻ്റെ ഫേസ് ലോക്ക്ഡൗണ്, എൻ്റെ ഫോക്കസും ലോക്ക്ഡൗണ്, പിന്നെ എൻ്റെ എക്സ്പോഷറും ലോക്ക്ഡൗൺ. അപ്പോൾ ഞാൻ എത്ര നടന്നു കഴിഞ്ഞാലും എൻ്റെ പിന്നിലുള്ള ബ്രൈറ്റ്നസ്സോ അല്ലോ മുമ്പിലുള്ള എൻ്റെ ഫേസിൻ്റെ ബ്രൈറ്റ്നസ്സോ അതൊന്നും കുറയാൻ പോണില്ല. ഇത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ സെൽഫി ക്യാമറയിലാണ്. ഇത് കണ്ടില്ലേ, എൻ്റെ ബ്രൈറ്റ്നസ് കുറയണില്ല ഒട്ടും. ഫോക്കസും ലോക്ക്ഡൗൺ, അപ്പോൾ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ സെൽഫി ക്യാമറയിൽ നമ്മൾക്ക് നമ്മളുടെ ഡയലോഗ് ഡെലിവറി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് റെക്കോർഡ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ഈ ഡയലോഗ് ഡെലിവറി അനുസരിച്ചിട്ട് നമ്മൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ പല ബി റോൾസും കൊടുക്കുന്നുണ്ട്. അത്രയും നല്ലത് വിച്ച് വി റെക്കോർഡ് വിത്ത് ദി മെയിൻ ക്യാമറ. കണ്ടാ എൻ്റെ ഇത് ചേഞ്ച് ആവണില്ല, ബ്രൈറ്റ്നസ്സോ ഒന്നും ചേഞ്ച്. എൻ്റെ കൈയും കൊണ്ടു കഴിഞ്ഞാൽ മുമ്പിൽ കണ്ട ഫേസിന് മുമ്പിൽ ബ്രൈറ്റ്നസ് ചേഞ്ച് ആവില്ല. പക്ഷേ സെൽഫി ക്യാമറയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ആ സെൽഫി ക്യാമറ എന്ന് പറഞ്ഞാൽ വളരെ പ്രൈം ലെൻസ് അല്ല. അപ്പോൾ ആ ലെൻസ് പ്രൈം അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഡയലോഗ് ഡെലിവറിക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് സെൽഫി ക്യാമറ ഉപയോഗിക്കാൻ നോക്കുക. പക്ഷേ നിങ്ങൾക്ക് റിയർ ക്യാമറ ഉപയോഗിക്കുമെന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ കൈ ഫേസിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ആ ഫോക്കസും പോവും, എക്സ്പോഷറും ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഒന്നും നമ്മുടെ ഫേസിന് മുമ്പിൽ വരാൻ പാടില്ല. കാരണം കൂടുതൽ ഓട്ടോ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിനെയാണ്. അപ്പോൾ ഫേസ് അനുസരിച്ചിട്ടുണ്ട് ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ആവണത്. ഇത് കണ്ടില്ല, ഇപ്പോൾ ഞാൻ എൻ്റെ കൈ ഫേസിൻ്റെ മുമ്പിൽ കൊണ്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കഴിക്കുന്നതോ അങ്ങനത്തെ ഷൂട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് കഴിക്കുന്ന സീനാണ്, എൻ്റെ കൈ ഫേസിൻ്റെ മുമ്പിൽ വരും, അല്ലെങ്കിൽ അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളുടെ എക്സ്പോഷർ ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സാധനം ഇന്നലെ ഞാൻ ആക്ച്വലി ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, പ്രോ വീഡിയോഗ്രാഫിയിൽ ക്യാമറ ഉള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഹൈ എൻഡ് ക്യാമറ ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാനിന്ന് ഈ വീഡിയോ നോർമൽ വീഡിയോ മോഡിലും ഞാനിത് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇന്ന് നടക്കാനിറങ്ങി, പക്ഷേ ഒരു തരി കാറ്റില്ല, ഭയങ്കര ചൂട്. എനിക്ക് ഈ രണ്ടാമത്തെ പാർട്ട് ഉണ്ടാക്കുകയും വേണം. എനിക്ക് സാധാരണ ഈ രാവിലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് എന്നുവെച്ചാൽ വീട്ടിൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, ഭയങ്കര ഒച്ചയും ബഹളമോ. എനിവേസ് ഇത് ഞാൻ എന്തായാലും ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് എനിക്ക് തോന്നുന്നത് തേർഡ് പാർട്ട് വരെ പോകുന്നു. എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഇതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോറി കേട്ടോ, ഞാനിപ്പോൾ എന്താ പറയുക പട്ടാപ്പകൽ ഇപ്പം സൂര്യനൊന്നും ഉച്ചിട്ടില്ല, അതുകൊണ്ട് ലൈറ്റ് ഭയങ്കര കുറവുണ്ട്. പക്ഷേ എനിക്ക് ഈ സമയം കിട്ടുള്ളൂ എൻ്റെ വ്ളോഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സമയത്ത് ഞാൻ വ്ളോഗ് ഉണ്ടാക്കുന്നത്. അത്രയും ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ എല്ലാ സെറ്റിങ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യണത് എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ഫസ്റ്റ് പോയിന്റ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് പർപ്പസ് നമ്മുടെ ഷൂട്ടിൻ്റെ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്യാമറ എടുത്ത് അങ്ങോട്ട് പോവും, എന്തൊക്കെ കാണണം അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കും. നല്ലതാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് ഓരോരോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇവൻറ്റ്സ് നടക്കണുണ്ടോ അത് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ നല്ലതാണ്. അതൊക്കെ നമുക്ക് ആ വീഡിയോസ് സേവ് ചെയ്ത് വെക്കാം. കാരണം അത് ചിലപ്പോൾ ബി റോൾസിന് ആവശ്യം വരും. ബി റോളിനെ പറ്റിയിട്ട് ഞാൻ പറയാം, അത് സെക്കൻഡ് ടിപ്പിലായിരിക്കും വരാം. ഫസ്റ്റ് ടിപ്പാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് പർപ്പസ്, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്. ആ ഇൻറ്റൻഷനൊന്നും അറിയാണ്ട് നമ്മൾ വെറുതെ ഷൂട്ട് ചെയ്യരുത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ മൊബൈലിൻ്റെ സെറ്റിങ്സിനെ പറ്റി കാണിച്ചു തന്നു. എൻ്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് മൊബൈൽ ഇമ്പ്രൂവ് ചെയ്യാം രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നു. ഓക്കെ, നമുക്ക് ഷൂട്ട് എങ്ങനെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇതിനെ പറ്റിയിട്ട് പഠിപ്പിക്കുക. ഇപ്പം ഞാൻ എനിക്കെന്താണ് അറിവുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുള്ളൂ. മനസ്സിലായി? പഠിപ്പിക്കല്ല കേട്ടോ, കാരണം ഞാൻ ഷെയർ ചെയ്യണമാണ്. കാരണം ഞാനൊരു പ്രൊഫഷണൽ അല്ല. പക്ഷെ അതനുസരിച്ചിട്ട് എനിക്കറിയണമെന്നനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമാണ്, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, intention. What is your intention to make this video or make a video? ഇപ്പം തന്നെ ഞാനിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ ഈ ചെടികളുടെ ഇത് വന്നു. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നു. കാരണം എന്താ, ഇതൊരു ബി റോളിൻ്റെ ഇതിൽ വരും. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഈ ബി റോളിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ചെടിയുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. കാരണം എന്താ, അതൊരു ഡിഫറെൻറ്റ് ലുക്ക് തന്നു നമ്മൾക്ക്. കാരണം അതത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബി റോളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കണക്ട് ചെയ്തു. എൻ്റെ മുഖം മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം മാത്രം എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നാൽ ആൾക്കാർക്ക് അത് ബോറടിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 4 സെക്കൻഡിലോ 5 സെക്കൻഡിലോ അല്ലെങ്കിൽ 10 സെക്കൻഡിലോ എന്തെങ്കിലും ഒരു ബി റോൾ ഇറക്കി കൊണ്ടുവരുന്നത് നല്ലതാണ്. സാധാരണ സിനിമാറ്റോഗ്രാഫിയിൽ ഇവർ പറയുന്നത് എ റോൾ ബി റോൾ എന്നാണ്. അതാണ് ഞാനും പഠിച്ചത്. എ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാമറനെ നോക്കി സംസാരിക്കുന്നതും ഇതൊക്കെ. ഇപ്പോൾ സാധാരണ ഡോക്യുമെൻ്ററീസ് നമുക്ക് എപ്പോഴും കാണാം എന്താണ് എ റോളും ഇതൊക്കെ. ഇവൻ സിനിമയിലും നമുക്ക് കാണാം എ റോള്. ബി റോൾ എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കിനെ പറ്റി കണക്റ്റഡ് ആയിട്ടുള്ള വിഷ്വൽസിനാണ് ബി റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എത്ര ബി റോൾസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നോ എടുത്തോ. ഫോർ എക്സാമ്പിൾ എനി ടോപ്പിക് യു ആർ ക്രിയേറ്റിംഗ് ദ വീഡിയോ ഓൺ, ഏത് ടോപ്പിക് ആയിക്കോട്ടെ, ആ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ബി റോൾസ് ഡിഫറെൻറ്റ് ആംഗിൾസിൽ നമ്മൾക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ അത് എത്ര എടുക്കണോ നമ്മൾക്ക് ബി റോൾസ് അത്രയും നല്ലതാണ് നമ്മളുടെ വീഡിയോന് വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് നമ്മളുടെ സെക്കൻഡ് ടിപ്പിലേക്ക് കിടക്കാം. സെക്കൻഡ് ടിപ്പിലാണ് നമ്മളുടെ ഷോർട്സ്, ക്യാമറ ഷോർട്സ്. അപ്പോൾ ആ ഷോർട്സിനെ പറ്റിയിട്ട് ഇനി നമുക്ക് സംസാരിക്കാം. പ്രൊഫഷണൽ വീഡിയോഗ്രാഫിയിൽ പല ഷോർട്സും ഉണ്ട്, പല ആംഗിൾസും ഉണ്ട്. അത് നമ്മൾ വരുന്നുള്ളൂ ആംഗിൾസിനെ പറ്റിയിട്ട്. ഇപ്പോൾ പല ഷോർട്സും ഉണ്ട്. പക്ഷേ ഞാൻ കൂടുതലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 3 ഷോർട്സ് മാത്രം മതി നമ്മളുടെ വീഡിയോ എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നാണ് വൈഡ് ഷോട്ട്, അൾട്രാ വൈഡ് ഷോട്ട് അല്ലെങ്കിൽ വൈഡ് ഷോട്ട്. ഒന്നത്. രണ്ടാമത്തേത് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് പറയും നമ്മൾ. അൾട്രാ വൈഡ് ഷോട്ടും വൈഡ് ഷോട്ടും നമ്മൾക്ക് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് പറയാം. പിന്നെ മീഡിയം ഷോട്ട്, പിന്നെ മൂന്നാമത്തേത് ക്ലോസപ്പ് ഷോട്ട്. അപ്പോൾ ഈ 3 ഷോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കാം നമ്മളുടെ വീഡിയോസിന് വേണ്ടിയിട്ടോ നമ്മളുടെ വ്ളോഗ്സിനോ വേണ്ടിയിട്ടോ. ഈ ജസ്റ്റ് 3 ഷോട്ട് വെച്ചിട്ട് നമ്മൾക്കൊരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു അൾട്രാ വൈഡ് അല്ലെങ്കിൽ വൈഡ് ഷോട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ലൊക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് പറയാം. അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റ് എന്താണ്? ഈ മരം, ഈ ലൈറ്റുള്ള മരം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ സബ്ജക്റ്റ് അറിഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുന്ന അൾട്രാ വൈഡ് ഷോട്ട്, എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്. ഇനി നമ്മൾക്കൊരു മീഡിയം ഷോട്ട് ഇതിൻ്റെ എടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം ഷോട്ടായി ഈ മരത്തിൻ്റെ. ഈ മീഡിയം ഷോട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ചെറിയൊരു മൂവ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കാം. മുകളിലേക്കോ അടിയിലേക്കോ സ്ലോലി ഞങ്ങൾക്കൊരു ചെറിയ മൂവ്മെൻറ്റ് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മളുടെ ക്ലോസപ്പ് ഷോട്ടായി. ഇപ്പോൾ നമ്മളുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ചെറുതൊരു ഒരു മരത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബേസിക്കലി ആദ്യത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടാണ്. അത് വൈഡ് ഷോട്ട് അല്ലെങ്കിൽ അൾട്രാ വൈഡ് ഷോട്ട്. നമ്മുടെ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ കാണിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ്, നമ്മളുടെ സിറ്റുവേഷൻ എന്താണ്, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ അത് കാണിക്കണം. അപ്പോൾ അത് കാണിക്കുന്ന എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന്. ഇപ്പോൾ ഏത് സിനിമയായാലും ശരി, നിങ്ങൾ എത്ര വലിയ സിനിമ എടുത്തോ ഏറ്റവും ആദ്യം അവർ കാണിക്കുന്നത് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടാണ്. ഏറ്റവും ആദ്യം വൈഡ് ആംഗിളിൽ നല്ലൊരു ഷോട്ട് എടുക്കുക, നിങ്ങളുടെ പ്ലേസ് ഏത് സ്ഥലത്താണ് നിങ്ങളുള്ളത് അത് കാണിക്കുക. രണ്ടാമത്താണ് നമ്മളുടെ സബ്ജക്റ്റിനെ ഒരു മീഡിയം ഷോട്ടിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? മരം. ആ സബ്ജക്റ്റിനെ നമ്മൾ മീഡിയം ഷോട്ടിൽ കൊണ്ടുവന്നു. പിന്നെ ക്ലോസപ്പ് ഷോട്ട്. ക്ലോസപ്പ് ഷോട്ട് എന്തുണ്ടോ കൊടുത്താൽ നമ്മൾ സബ്ജക്റ്റിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ളൊരു ഇതിൽ കാറ്റഗറിയിൽ നമ്മൾ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് സബ്ജക്റ്റിനെ ക്ലോസപ്പ് ഷോട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങി നമ്മളുടെ വ്ളോഗ് അതിൽ കൂടെ അങ്ങോട്ട് തുടങ്ങി. അല്ലെങ്കിൽ നമ്മളുടെ സിനിമയോ എന്തെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ അതിൽ കൂടെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സെയിം മീഡിയവും അൾട്രാ വൈഡും ക്ലോസപ്പ് ഷോട്ട് വെച്ചിട്ട് നിങ്ങളുടെ വ്ളോഗ്സ് നിങ്ങൾക്ക് പല രീതിയിലും നമ്മൾക്ക് എടുക്കാൻ പറ്റും, ഡിപ്പെൻഡിങ് ഓൺ ദി സിറ്റുവേഷൻ. ഞാൻ വലിയ ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ ഒന്നും അല്ല കേട്ടോ. പക്ഷെ ഞാനും നിങ്ങളുടെ മതി ഇങ്ങനെ പഠിച്ച് വരണുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ ക്വാളിറ്റീസും പിന്നെ എൻ്റെ ഷൂട്ടിംഗ് സ്റ്റൈലും പലതും പല രീതിയിലും ചേഞ്ച് ആയിട്ടുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഷെയർ ചെയ്യാമെന്ന്. കാരണം പലരും ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ അത് ഷെയർ ചെയ്യണത്. എൻ്റെ നോളജ്. സിനിമാറ്റോഗ്രാഫി ഒരു കല തന്നെയാണ്. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് നമ്മളുടെ ഷൂട്ട് നമ്മളെങ്ങനെ ചെയ്യണോ, നമ്മളെങ്ങനെ പ്രാക്ടീസ് ചെയ്യണോ ഡെയിലി, അതനുസരിച്ചിട്ട് നമ്മളുടെ കലയുടെ ചിന്താഗതി വളരണുള്ളൂ, കുറയണില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഡെയിലി നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഷൂട്ട് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ വോക്കൽ ഡെലിവറി വരെ ഇത്രയും നല്ലതല്ലായിരുന്നു ആദ്യം. പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് വ്ളോഗിങ് ചെയ്താണ് എൻ്റെ വോക്കൽ ഡെലിവറിയും ഇത്രയും ഫ്ലോ ആയിട്ട് വന്നു തുടങ്ങിയത്. ഇപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതില്ലാണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ വ്ളോഗിൽ കൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെ. അത് പ്രാക്ടീസ് ഇല്ലാണ്ട് പറ്റൂല. നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഡസൻറ്റ് മേക്ക് യു പെർഫെക്റ്റ്, ബട്ട് പ്രാക്ടീസ് ഡസ് ഇംപ്രൂവ് യു അ ലോട്ട്. ഞാൻ ഈ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ, ഞാനൊരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് കാണിച്ചു തന്നു നിങ്ങൾക്ക്. പിന്നെ അതനുസരിച്ചിട്ട് എൻ്റെ സമയം കാണിച്ചു തന്നു. പിന്നെ എൻ്റെ ഇൻറ്റൻഷൻ എന്താണ് അത് ഞാൻ കാണിച്ചു തന്നു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എക്സസൈസിനോ എൻ്റെ വാക്കിങ്ങിന് പോവാണ്. പിന്നെ വാക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാപ്പി കുടിച്ചു. അതിന് ഞാൻ എൻ്റെ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടിൽ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ആൾക്കാർ ബോറാവണില്ല. നമ്മളൊരു സ്റ്റോറി സംസാരിക്കാണ്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ആൾക്കാർക്ക് അതാണ് കാണാൻ ഇഷ്ടം. നമ്മൾ കൂടുതൽ സംസാരിക്കോ, പക്ഷേ അതനുസരിച്ചിട്ടുള്ള ക്ലിപ്സും വേണം. അതിനെ കണക്ട് ചെയ്യുന്ന ബി റോൾ ക്ലിപ്സ് വേണം. അതില്ലാണ്ട് നമ്മളുടെ വ്ളോഗ്സ് വളരെയായിട്ട് ബോറടിച്ചു തുടങ്ങും ആൾക്കാർക്ക്. ഇഫ് ഇറ്റ്സ് എ ടോക്ക് ഷോ ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എന്നാലും അതിലും ഡിഫറെൻറ്റ് നമ്മൾ ഷോർട്സോ ആംഗിൾസോ അതൊക്കെ എടുക്കുമ്പോഴാണ് ആൾക്കാർ അത് ഇൻട്രസ്റ്റ് ആയിട്ട് അത് കാണാം. പിന്നെ എനിക്ക് ഈ കമൻറ്റ് വന്നതനുസരിച്ചിട്ട് എന്ന് വെച്ചാൽ ഇത് ഹൈ എൻഡ് ഫോണിലേ പറ്റുള്ളൂ, ചെറിയ ഫോണിൽ പറ്റില്ല. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ.
ഇപ്പോൾ നോർമലായ ഒരു ചെറിയൊരു ഫോണായാലും ശരി അതിലും നല്ല ഒരു പ്രൈം ലെൻസ് വരുന്നുണ്ട്. പിന്നെ അതിലുള്ള ഫങ്ഷനാലിറ്റീസും പലതും വരുന്നുണ്ട്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5:30 എൻ്റെ നടക്കണ ഇത് എക്സസൈസ് കഴിയാറായി. ഓൾമോസ്റ്റ് എൻ്റെ 5 കിലോമീറ്റേഴ്സായി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫോണിൽ പല ഫോണിലും ഹൈപ്പർ ലാപ്സ് അല്ലെങ്കിൽ പിന്നെ ടൈം ലാപ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതും കൂടി ഞാനൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഞാനൊരു ടൈം ലാപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ടൈം ലാപ്സ് ബേസിക്കലി ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് 35 മിനിറ്റ്സ് എടുത്തു റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫോൺ ബേസിക്കലി നോൺ സ്റ്റോപ്പിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ആ റെക്കോർഡ് ചെയ്തത് നമ്മൾ ഷൂട്ട് ചെയ്തത് ഇനി നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അതിൻ്റെ സ്പീഡ് കൂട്ടണമെന്നുള്ളൂ, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ കാരണം പറഞ്ഞാൽ ടൈം ലാപ്സ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ കാരണം പറഞ്ഞാൽ അതൊക്കെ ഒരു ബീറോളായിട്ട് നമുക്ക് എടുക്കാം, മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളുടെ വ്ളോഗിലേക്ക് നമ്മൾക്കത് സ്റ്റിച്ച് ചെയ്യാം. അതൊരു വേറൊരു നമ്മളുടെ സ്റ്റോറി ലൈനിലായിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അത് ഞാൻ സാധാരണ എക്സസൈസ് കഴിഞ്ഞാൽ നേരെ ഗ്രോസറിയിൽ നിന്നിട്ട് ഒരു കുപ്പി വെള്ളം മേടിക്കാറുണ്ട്. ആ ഒരു കുപ്പി വെള്ളം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെ മുകളിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ടാണ് ഞാൻ കുറച്ച് സൂര്യപ്രകാശമൊക്കെ അങ്ങോട്ട് കൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം എൻ്റെ വോയിസ് ഓവറിൻ്റെ ഒപ്പം. അപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് വോയിസ് ഓവറിൻ്റെ മുകളിൽ നമ്മൾക്ക് ഈ ചെറിയ എന്ന് വെച്ചാൽ ക്ലിപ്സ് ബീറോളായിട്ട്, അപ്പോൾ ഞാൻ ഈ വെള്ളം എടുക്കുന്നതും പിന്നെ പേ ചെയ്യണതൊക്കെ ഞാനൊരു ക്ലിപ്പായിട്ട് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ബീറോളായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വോയിസ് ഓവർ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ വേറെ ഷൂട്ട് ചെയ്തിട്ട് ഞാനിടും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എടുക്കണമെന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷിങ് ഷോട്ട്. ഇതാണ് ഞാൻ പറയുന്നത്. എസ്റ്റാബ്ലിഷിങ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രോസറി എവിടെയാണ്, അപ്പോൾ അത് കണ്ടാണ് നമ്മുടെ ഗ്രോസറി, അവിടേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എസ്റ്റാബ്ലിഷിങ് ഷോട്ട്, വൈഡ് ആംഗിൾ എസ്റ്റാബ്ലിഷിങ് ഷോട്ട്. നിങ്ങൾക്ക് വേറെ ലെൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് ആക്ച്വലി നേരെ ദൂരെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് വൈഡ് ആംഗിൾ തന്നെയായി. പിന്നെ 2-3 ബീറോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം, ഞാൻ നടക്കുന്നത് എടുക്കാം, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ നടന്നു പോകണം, എൻ്റെ ഫേസ് കാണിക്കാം, അങ്ങനെ പലതും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിളായിട്ട് കാണിക്കണം. ഞാൻ നടക്കുന്ന ഷോട്ട് ഇട്ടത് ഇതിപ്പോൾ നമ്മളുടെ മീഡിയം ഷോട്ടായി ഷോപ്പ് ആൻഡ് പേ ഗ്രോസറി. ഇപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ ഡിഫറെൻറ്റ് ആംഗിളിൽ ഷൂട്ട് ചെയ്യണത്. ഞാൻ നേരത്തെ ലെഫ്റ്റ് സൈഡിൽ വെച്ചു, പിന്നെ ഇപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക്. ഈ ഡിഫറെൻറ്റ് ആംഗിൾ ഷൂട്ട് നമ്മൾ ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ആംഗിളിൽ മാത്രം ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇത് ഡെലിവറി ചെയ്യുന്ന വെച്ചാൽ വ്ളോഗ് ഡെലിവറി എന്ന് വെച്ചാൽ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. നമ്മൾക്ക് തന്നെ നമ്മളുടെ വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഡിഫറെൻറ്റ് ആംഗിൾസിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രസം വേറെ തന്നെയാണ്. പിന്നെ ആ വ്ളോഗ് പിന്നെ എന്താ പറയുക, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ദേ വിൽ ബി യുനോ ആ വ്ളോഗിൽ കൂടെ തന്നെ അവർക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് ഈസ് മെയ്ഡ് എ ബിറ്റ് പ്രൊഫഷണലി. സമയം എടുക്കാറുണ്ട് എഡിറ്റിങ്ങിൽ, പക്ഷെ എന്നാലും സമയം എടുക്കുന്നത് എന്തും ആക്ച്വലി നല്ലതാണ്. അപ്പോൾ ഓക്കെ ഫൈനൽ നമ്മൾ ഇന്നത്തെ നമ്മളുടെ ട്യൂട്ടോറിയൽ കഴിഞ്ഞു. ഞാൻ ട്യൂട്ടോറിയലൊന്നുമല്ല, പക്ഷെ എനിക്കറിയണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വ്ളോഗിനെ പറ്റിയിട്ട്, ഈ വീഡിയോനെ പറ്റിയിട്ട് പ്ലീസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇഫ് യു ലൈക്ഡ് ഇറ്റ് ലെറ്റ് മീ നോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്ട് നമ്മൾക്ക് ഇത് ഒരിക്കലും എന്താ പറയുക ആ ലെവൽ വരെ നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഗൈസ്, ഹോപ്പ്ഫുള്ളി ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ സമയം 6:45. ഇന്നത്തേക്ക് ഇത്രയും മാത്രം ഗൈസ്. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് മൈ വ്ളോഗ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.